15-ാം ദിവസം, അതാണ് പ്രധാനം. 15-ാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു ആ ഭീകരാക്രമണത്തിന്റെ മറുപടി എന്നോണം. പഹൽഗാമിൽ ഇന്ത്യക്ക് പാവപ്പെട്ടവരുടെ ചോര വീണതിന്റെ സങ്കടമുണ്ടെങ്കിൽ ഇന്ന് ഭീകരർ അതേ അർത്ഥത്തിൽ തിരിച്ചടി നേരിട്ട ദിവസമാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോട് നോക്കാം. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ഏറ്റവും വ്യക്തമായി പറയേണ്ടത്, ഒരു തരത്തിലും സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യ. ഒരു തരത്തിലും സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല. നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ അന്തം ഏറ്റവും തുടക്കത്തിൽ ആക്രമണം തുടങ്ങുന്നത് മുതൽ തന്നെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അത് സംയുക്തമായിട്ടുള്ള ആക്രമണമാണ്. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ 17 ഭീകരെ കൊന്നുവെങ്കിൽ, വധിച്ചുവെങ്കിൽ അത് ഇന്ത്യയുടെ മറുപടിയാണ്. ആ മറുപടി വളരെ കൃത്യമാണ്, അത് സുവ്യക്തമാണ്. 15-ാം ദിനത്തിൽ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു. ഭീകരാക്രമണത്തിന് പെഹൽഗാമിൽ ഇന്ത്യക്ക് നഷ്ടമായ ആ പാവപ്പെട്ട ജീവനുകൾക്ക് കൃത്യമായ മറുപടി എന്നോണം. ശ്രീജ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ രാത്രി അത് ഒരുപക്ഷെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും അത് ഈ പറയുന്ന സമയത്താണോ എന്ന്. വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത സംഭവം. അതിൽ പ്രധാനമന്ത്രി, അതിനേക്കാൾ ഉപരി പ്രധാനമന്ത്രി കൂടി ചേർന്ന് നടത്തിയ ചർച്ചകൾ, അജിത് ഡോവൽ നിർണായകമായിട്ടുള്ള സ്വാധീനം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ഈ ദിവസങ്ങളിൽ നമ്മൾ കരുതിയിരുന്നതാണ് എന്താണ് ഇന്ത്യ മടിക്കുന്നത്, വൈകുന്നത് എന്ന്. അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ ദിവസത്തിൽ ഇന്ത്യ നൽകുന്നത്. 17 ഭീകരരെ വധിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ നടത്തുന്നു. നമ്മൾ കാത്തിരിക്കുന്നത് 10 മണിക്കുള്ള ആ വിശദീകരണത്തിനായിട്ടാണ്. തീർച്ചയായും 1:44 അങ്ങനെ ഒരു മറുപടി, അങ്ങനെ ഒരു ഇന്ത്യ മറുപടി നൽകിയെന്ന വിവരം വന്നപ്പോൾ മുതൽ രാജ്യം മുഴുവൻ അലേർട്ടാണ്. രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുകയായിരുന്നു. ഇന്ത്യ ആദ്യം ചെയ്ത കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അമേരിക്കയെ വിവരം അറിയിച്ചു. അല്ലെങ്കിൽ ആരൊക്കെയാണോ ഇന്ത്യക്കൊപ്പം ഈ സമയത്ത് കൂടെ നിൽക്കുന്നത് അവരോടൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു എന്ന കൃത്യമായ അറിയിപ്പോടുകൂടി തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 15 കിലോമീറ്റർ നീളമുള്ള ഒരു ബൈസരൻ വാലി അല്ലെങ്കിൽ പഹൽഗാം 15 കിലോമീറ്റർ ആണെങ്കിൽ 1500 കിലോമീറ്റർ വരുന്ന അതിർത്തിയിലേക്കാണ്. ആ അതിർത്തി മുഴുവൻ ആശങ്കയിലാക്കുന്ന തരത്തിലാണ് ഇന്ത്യ മറുപടി നൽകിയത്. ഈ 15 ദിവസവും നമ്മൾ ചോദിച്ചതായിരുന്നു എപ്പോൾ, എവിടെ, എങ്ങനെ. അതിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു മറുപടി ഉറപ്പായിരുന്നു. ആ മറുപടിക്ക് വേണ്ട ഒരുക്കങ്ങളായിരുന്നു ഇത്രയും ദിവസം നടന്നത്. അജിത് ഡോവലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. വളരെ ചെറിയ ഒരു ടീം മാത്രമാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ആ ടീം കൃത്യമായി പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചു. പ്രധാനമന്ത്രി ആ സമയത്ത് മുഴുവൻ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അജിത് ഡോവലുമായുള്ള കൃത്യമായ ആശയവിനിമയത്തിനൊടുവിൽ 1:44 എന്ന സമയമാണ് പ്രതിരോധ വിഭാഗം നമ്മളെ അറിയിക്കുന്നത്. ഇന്ന് 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോഴായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലാകോട്ടിലെ ആക്രമണത്തിന് നമ്മൾ മറുപടി കൊടുത്തത് പുലർച്ചെയായിരുന്നു. ഇത് അർദ്ധരാത്രി, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്. പക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലായതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ട്, ആവർത്തിച്ച് ഇന്ത്യയുടെ ആക്രമണം ഏത് സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതാണ്. അതായത് വളരെ കൃത്യമായ നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. പാകിസ്ഥാനെ ലോകത്തിൽ ഇന്ത്യ ഒറ്റപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇന്ത്യ ആക്രമിച്ചാൽ അത് ലോകരാജ്യങ്ങളുടെ തന്നെ അവസാനമായിരിക്കുമെന്നുള്ള പ്രകോപനപരമുള്ള പ്രസ്താവന നടത്തിയത്. അതിനുശേഷമാണ് ഇന്ത്യയുടെ ഈ ആക്രമണം എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇതിനിടയിലും ഇന്ത്യ വളരെ ടാക്ടിക്കലായ കാര്യങ്ങൾ നീങ്ങി. അതായത് ഇന്ന് രാജസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെ വ്യോമ അഭ്യാസം ഉണ്ടാകും. അതിൽ റഫാൽ, സുഖോയ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള മുൻനിര ഫ്ലൈറ്റുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വ്യോമാഭ്യാസം. അതെവിടെയാണ്? പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്ന്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയ ശേഷം അതിവിദഗ്ധമായി രാത്രി തന്നെ ആക്രമണം നടത്തുന്നു. അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തൊട്ടു മുമ്പ് ഒരു വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു യുദ്ധസമാന സാഹചര്യമല്ല എങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഏറ്റവും വലിയ ആക്രമണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇതുവരെയും പാക് അധീന കശ്മീരിലാണ് കൂടുതൽ തവണ ഭീകരരെ നേരിട്ടിട്ടുള്ളത്. 71 ശേഷം ഇന്ത്യ അപ്പുറത്തേക്ക് കടന്നൊരാക്രമണം നടത്തിയിട്ടില്ല. സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്താണെങ്കിൽ പോലും POK-യിലാണ് ഇന്ത്യ കൃത്യമായി ആക്രമണം നടത്തി ആ പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീരിലുള്ള ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടതെങ്കിൽ ഈ തവണ ആക്രമണം നടന്നത് പാകിസ്ഥാന്റെ
പഞ്ചാബ് പ്രവിശ്യയിലാണ്. പഞ്ചാബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പാകിസ്ഥാന്റെ മുഴുവൻ നേതാക്കളും വരുന്നത് പഞ്ചാബിൽ നിന്നാണ്. അവരുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിലേക്ക്, അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ആ ഹൃദയത്തിലേക്കാണ് തൊടുത്ത് വിട്ടത് ഇന്ത്യയുടെ ശക്തിയേറിയ മിസൈലുകൾ. ഇന്ത്യയുടെ ശക്തിയേറിയ സൈനിക സംവിധാനം മുഴുവൻ അങ്ങോട്ട് പോയി ആക്രമിച്ച് കളിക്കരുത് എന്ന് ഇന്ത്യ പറഞ്ഞതാണ്. സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ആക്രമണം ഉണ്ടാകും, മറുപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതേ തരത്തിൽ തന്നെ പഞ്ചാബിലേക്ക് കയറി. ബഹാവൽപൂർ, എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം. ജെയ്ഷെ മുഹമ്മദ് അവിടെയാണ് നഴ്സറി പോലെ ഭീകരവാദികളെ വിരിയിച്ചെടുക്കുന്നത്. ആ ഹൃദയത്തിലേക്ക് ചെന്ന് മുറിപ്പെടുത്തിയിരിക്കുന്നു, തകർത്തിരിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കൃത്യമായി ഭീകരവാദത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മിസൈൽ ഉതിർത്തത്. ഉറപ്പായിട്ടും ജമ്മു കാശ്മീരിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ അവിടെ ആർപ്പ് വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പറയുന്നത് ഇന്ത്യൻ ആർമിക്ക് ജയിന്നാണ്. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യൻ ആർമി നേരിട്ട പ്രതിസന്ധി അവിടുത്തെ ലോക്കൽ സപ്പോർട്ടായിരുന്നു. ഇത്തവണ കൃത്യമായും ജമ്മു കാശ്മീരിലെ എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് നേടിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായി തന്നെ ഒരു മറുപടി നൽകുന്നു. അത് 15 ദിവസത്തെ താമസം മാത്രം ഒരു ഭീകരാക്രമണത്തിന് നമുക്ക് നഷ്ടമായ ജീവനുകളുടെ വില അതെന്താണ് എന്നുള്ളത് ഭീകരവാദികൾക്ക് മറുപടിയായി നൽകുകയാണ് ഈ ആക്രമണത്തിലൂടെ. അത് കൃത്യമായി അത് കരസേനയും നാവികസേനയും വ്യോമസേനയും ചേർന്ന് ഒരുപക്ഷെ ഒരു 3 ഡയമെൻഷനിലുള്ള ആക്രമണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു തരത്തിലും പാകിസ്ഥാനോ അല്ലെങ്കിൽ ഭീകരവാദികൾക്കോ പ്രതീക്ഷിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു ഗ്രാവിറ്റിയിൽ ആ ആക്രമണം വന്നപ്പോൾ പകച്ചുപോയി, വിറച്ചുപോയി എന്ന് പറയണം. ഒരു തരത്തിലും അതിനെ നേരിടാനുള്ള കെൽപ്പോ ശേഷിയോ ആ ഭീകരവാദികൾക്കോ അല്ലെങ്കിൽ ആ ശത്രു രാജ്യത്തിനോ ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും ഒരു സൂചന പോലും നൽകാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം ഈ രാത്രിയിൽ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകാതെയുള്ള ഇന്ത്യയുടെ ആക്രമണം അത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെ ഈ നയതന്ത്രമായിട്ട് നീക്കമെന്നാൽ അത് ഇന്ത്യ കൃത്യമായി UAE അറിയിച്ചു.